വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഫാനും മോട്ടറും ഒക്കെ അടിച്ചു പോകുന്നു. ഇത് വയറിങ്ങിൻ്റെ പ്രശ്നമാണോ? ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന് ചോദിച്ച ചോദ്യമാണ്. നാച്ചുറലി നമ്മുടെ വീട്ടിൽ അടിച്ചു പോകാന്ന് പറഞ്ഞാൽ ഫെയിലായി പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും സാധ്യത ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ്, കറണ്ടിൽ വരുന്ന വ്യതിയാനം കാരണം. ഇവിടെ പ്രശ്നം ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് കേടുവരുന്നതല്ല, പകരം ഫാനും വാട്ടർ പമ്പ് മോട്ടറും ഒക്കെയാണ് കേടാവുന്നത്. പ്രധാനമായും ഇത്തരം ഇതൊക്കെ ഇൻഡക്ഷൻ മോട്ടറുകളാണ്. ഇത് ചെറിയ വോൾട്ടേജ് വ്യതിയാനങ്ങളിലോ ഫ്ലക്ച്വേഷനിലോ ഒന്നും കേടുവരാൻ സാധ്യതയില്ല. ഇവിടെ സംഭവിക്കാൻ സാധ്യത വോൾട്ടേജ് വളരെ ലോ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ സെയിം ലോഡിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ കറണ്ട് ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഹൈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ കാലക്രമേണ വയറുകൾ ചൂടാവുകയും വയറുകളിലെ ഇൻസുലേഷൻ പ്രോപ്പർട്ടി കേടാവുകയും ഇത് കത്തിപ്പോവാനോ അല്ലെങ്കിൽ അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം സംഭവിക്കുന്നുണ്ടെങ്കിൽ മോട്ടറും ഫാനുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അടിച്ചു പോകുന്നതെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വോൾട്ടേജ് ലെവൽ ശ്രദ്ധിക്കുക. ഇതുകൂടാതെ ലൈറ്റ്നിങ് ഒക്കെ വരുമ്പോഴുള്ള സർജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ സ്ഥിരമായിട്ട് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹായ്, ഞാൻ അമൃത് ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. ഇത്തരം കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡിസൈൻസോ കൺസൾട്ടൻസിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.